പശ്ചിമേഷ്യൻ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ യുഎന്നിൽ നിന്നും ജോലി രാജിവെച്ച് പുറത്തുവന്ന ഉന്നത ഉദ്യോഗസ്ഥർ പുറത്തുവിട്ട ചില വെളിപ്പെടുത്തൽ അത് ഞെട്ടലുളവാക്കുന്നതാണ്. കാരണം ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ അമേരിക്ക അണുബോംബ് ഇട്ടേക്കുമോ എന്ന ആശങ്കകൾ ഉയരുകയാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്ന വാക്കാൽ പറയുന്നതല്ലാതെ ഇത്തരത്തിൽ അതിന് പിന്നിൽ വലിയ രീതിയിലുള്ള ആക്രമണ ശ്രമങ്ങളും പ്രകോപനകരമായ വാചകങ്ങളും ഉണ്ട് എന്നതാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ഈ ഭീഷണികളെയും വെല്ലുവിളികളെയും കൂടുതലായി തന്നെ ബാധിച്ചിരിക്കുന്നത് പല മേഖലകളിലുള്ള ഉദ്യോഗസ്ഥരെ തന്നെയാണ്. ഈ അണുബോംബ് ഭീഷണി നിലനിൽക്കെ തന്നെ ആശങ്ക ഉയരുന്നത് വലിയ രീതിയിൽ യുഎനിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരായ വ്യക്തികളിൽ അത് കൂടുതലായി തന്നെ പ്രകടമാവുകയും അവിടെ ഉദ്യോഗസ്ഥനായി ജോലി ചെയ്ത ഒരു വ്യക്തിയാകട്ടെ ആ ജോലി രാജിവെച്ചുകൊണ്ട് തന്റെ എക്സ് അക്കൗണ്ടിലൂടെ ചില വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത്. അമേരിക്ക ഉൾപ്പെടെയുള്ളവർ ടെഹ്റാനിൽ അണുബോംബ് പ്രയോഗിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതായി തന്നെ പങ്കുവച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഒരു മാസമായിട്ടും ഇറാൻ ആകട്ടെ ചെറുത്തുനിൽപ്പ് തുടരുന്നതിനാൽ സഖ്യകെട്ടാകാം അമേരിക്ക ഇത്തരമൊരു തീരുമാനമെടുത്തതെന്നും വ്യക്തമാക്കുന്നു. ഉയർന്ന ശമ്പളമുള്ള യുഎനിലെ ജോലി താൻ രാജിവെച്ചുകൊണ്ട് തന്നെ വിവരം പുറത്തുവിട്ടത് എന്നതാണ് ഇപ്പോൾ സഹ പറയുന്നത്. അതേപോലെ യുഎനിൽ അമേരിക്കയും ഇസ്രയേലിനും വേണ്ടി യാതൊരുവിധ ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ട്, അതായത് ഇത്തരം ഒരു ലോബി ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്നും അതീവ രഹസ്യമായിട്ടാണ് ടെഹ്റാനിൽ ബോംബിടാനുള്ള ഒരു പദ്ധതി അവിടെ നടത്തിയതെന്നതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം വ്യക്തമാക്കുന്നത്. അതേസമയം ലോകത്താകമാനം ഈ ഒരു ആശങ്ക അവിടെ പകരുകയാണ്. കാരണം ടെഹ്റാൻ ഒരു മരുഭൂമിയല്ല, ഏകദേശം 10 ദശലക്ഷം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു നഗരമാണ്. അവിടെ അണുബോംബ് വീണാലുള്ള ദുരന്തം ആലോചിക്കാനേ കഴിയില്ല എന്നും അങ്ങനെ ബോംബിട്ടാൽ അത് ഇറാന് മാത്രമല്ല ഗൾഫ് രാജ്യങ്ങൾക്കും ആണവ വികീർണം മൂലം ദോഷകരമായി തന്നെ ഭവിക്കും എന്നതാണ് സൂചിപ്പിക്കുന്നത്. പശ്ചിമേഷ്യയിൽ തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ യുഎസും ഇറാനും ഇടയിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് പല രീതിയിലുള്ള അവകാശവാദങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും ഇതെല്ലാം തള്ളിയാണ് ഇറാൻ രംഗത്ത് വരുന്നത്. 30 ദിവസമായി തുടരുന്ന പോരാട്ടത്തിനിടയിൽ യുഎസുമായി നേരിട്ടോ അല്ലാതെയോ ചർച്ച നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ യഥാർത്ഥ ചർച്ചകളിൽ ഏർപ്പെടുന്നതിന് പകരം തന്നെ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ആ ഒരു ഇടനിലക്കാർ വഴി അമേരിക്ക നിർദ്ദേശം കൈമാറുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഇറാനുമായുള്ള ചർച്ചകൾ തുടരുകയാണ് എന്നും കാര്യങ്ങൾ നന്നായിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്നതുമുള്ള കാര്യങ്ങൾ ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ഇറാന്റെ മറ്റൊരു നിലപാട്, അതായത് സംഘർഷം ആരംഭിച്ച് ഫെബ്രുവരി 28 സംഘർഷം ആരംഭിച്ചത് മുതൽ തന്നെ ഈ ഒരു ദിവസം, അതായത് ഇന്ന് മാർച്ച് 31 ആകുമ്പോഴേക്കും ഒരിക്കൽ പോലും തങ്ങൾ അമേരിക്കയുമായി ഒരു ചർച്ച നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഇറാൻ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.